പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഇത്തരമൊരു സന്ദർഭത്തിൽ നടത്തേണ്ട ഉജ്ജ്വലമായ ഒരു പ്രഭാഷണമാണ് ഗുരുതുല്യനായ നദ്വി സാഹിബ് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ നൂറുർ റഹ്മ എന്ന പേരിലാണ് കുറേ സമയം ഇങ്ങനെ സ്തംഭിച്ചു പോയത്. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, അല്ലേ? വെളിച്ചം. വെളിച്ചത്തിന്റെ വിപരീതം എന്താ? ഇരുട്ട്. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഉണ്ടോ? ഇരുട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ശരിക്കും ഉണ്ടോ? ഉണ്ട്? ഇല്ല. വെളിച്ചമേ ഉള്ളൂ. വെളിച്ചമില്ലാത്ത അവസ്ഥക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇരുട്ട്. അതുകൊണ്ടാണ് വെളിച്ചം പുറത്തേക്ക് വരുന്ന ടോർച്ചുകളുണ്ട്, ഇരുട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഉപകരണവും ലോകത്തില്ല. വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷെ ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും. ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കുറച്ച് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും, പക്ഷെ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് അതേപോലെ കുറച്ച് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ ഇരുട്ടുണ്ടാകണമെങ്കിലുള്ള ഒരേ ഒരു വഴി അവിടെയുള്ള വെളിച്ചത്തെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ്. അപ്പൊ ഇരുട്ടുണ്ടോ? ഇരുട്ടില്ല, വെളിച്ചമേ ഉള്ളൂ. സത്യവും അസത്യവും അങ്ങനെയാണ്. സത്യമേ ഉള്ളൂ. സത്യം വരുന്നത് വരെ മാത്രമുള്ള ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അസത്യം, അല്ലേ? നമ്മുടെ മനസ്സിലുള്ള ഒരു അസത്യം, അതിൻ്റെ ആയുസ് സത്യം എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. അസത്യം ഉണ്ടാക്കി വെച്ച എല്ലാ വൈക്കോൽ കൂനകൾക്കും സത്യം വന്ന് തീ കൊടുക്കും. സത്യം വന്ന് തീ കൊടുക്കുന്നത് വരെ മാത്രമേ അസത്യത്തിന്റെ എല്ലാ വൈക്കോൽ കൂനകൾക്കും ആയുസ്സുള്ളൂ. സത്യം മാത്രമേ ഉള്ളൂ, വെളിച്ചം മാത്രമേ ഉള്ളൂ. നിങ്ങള് കരുണയുടെ വെളിച്ചം എന്നാണ് ഈ പ്രോഗ്രാമിനിട്ട പേര്. കരുണയുടെ വെളിച്ചം, നൂറുർ റഹ്മ. റഹ്മ എന്നുള്ള അറബി വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ശരിക്കും കേട്ടിട്ടുണ്ടോ? ഒന്നെന്താണ്? കാരുണ്യം. രണ്ടാമത്തെ അർത്ഥം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരർത്ഥമാണ്, ഗർഭപാത്രം എന്നാണ്. ഒരു വാക്കിന് രണ്ടർത്ഥങ്ങൾ, കാരുണ്യവും ഗർഭപാത്രവും. കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ സൂക്ഷ്മമായി നോക്കിയാൽ ചെറിയ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ശരീരത്തിനകത്തുള്ള ഒരു ചെറിയ പാത്രമാണ്. 3-4 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ളൂ. 3-4 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ് 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്വയം വികസിക്കുന്നത്. സ്വയം വികാസമാണ് ഗർഭപാത്രത്തിന്റെ പ്രത്യേകത, അല്ലെ? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മനസ്സ് വലുതാകലാണ്. അതാണ് കാരുണ്യം. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ, നമ്മുടെ മുന്നിൽ നിന്നുള്ള ഈ മനുഷ്യന്റെ പലതരം സ്വഭാവങ്ങളെ, പലതരം പെരുമാറ്റങ്ങളെ, പലതരം മനുഷ്യാവസ്ഥകളെ, അതാണ് മനുഷ്യൻ എന്നുള്ളൊരവസ്ഥ ഉണ്ട്. ഇതൊരു ശില്പമല്ല, ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയൊരു സാധനമല്ല, ഇതൊരു മനുഷ്യനാണ്. ഇതിന്റെ ഉള്ളിലൊരു സാധനമുണ്ട്, അത് മനസ്സാണ്. ആ മനസ്സുള്ളിലുണ്ടായിരിക്കുന്നിടത്തോളം കാലം
ഈ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കും, സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. രാവിലെ കണ്ട ആളല്ല വൈകുന്നേരം ആവുമ്പോ, ഇന്നലെ കണ്ട ആളല്ല ഇന്ന്. എന്താ കാരണം? ഇതൊരു ശില്പമല്ല, അതന്നെ കാരണം. ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയൊരു വിഗ്രഹമല്ല, ഇത് മനസ്സകത്തുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് 24 മണിക്കൂറും ആവശ്യമുള്ളൊരു സാധനമുണ്ട്. അതാണെന്ത്? കാരുണ്യം. പ്രണയം, സ്നേഹം എന്നൊക്കെ നമ്മൾ പറയും. അത് സദാസമയമൊന്നും വേണ്ട. അത് തരുന്ന ഒരാൾ ഈ ലോകത്ത് ഉണ്ടായാൽ മതി. ലോകത്ത് എവിടെങ്കിലും അങ്ങനെ ഒരാള് നമുക്ക് ഉണ്ടായാൽ മതി. ഏത് നിമിഷവും ഓടിച്ചെന്ന് കേറാൻ പറ്റുന്നൊരു മടിത്തട്ട് ഉണ്ടായാൽ മതി. പക്ഷെ കാരുണ്യം അങ്ങനെയല്ല. കാരുണ്യം 24 മണിക്കൂർ നമുക്ക് വേണം. അതില്ലാത്ത ഒരാളുടെ കൂടെ ഒരു റൂമിൽ ജീവിക്കാൻ പോലും കഴിയില്ല, ഒരു ഹോസ്റ്റലിൽ കഴിയാൻ പോലും കഴിയില്ല. എന്നിട്ടല്ലേ ജീവിതം. കാരുണ്യം ഇല്ലാത്തൊരു മനുഷ്യന്റെ കൂടെ നമുക്കൊരു ഹോസ്റ്റലിൽ പോലും ജീവിക്കാൻ കഴിയില്ല, റൂം ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ കാരുണ്യമില്ലാത്ത ഒരാളുടെ കൂടെ ഒരാളൊരു ജീവിതം, ഒരു ആയുസ് ജീവിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടായിരിക്കും ഖുർആൻ കല്യാണത്തെ കുറിച്ച് പറയുമ്പോ, അല്ലെ, കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളുകൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. അതാണ് സംഭവം. ഒന്നിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയാവുന്ന കാര്യമാണ് ഖുർആൻ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ വാക്കിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉള്ളടക്കം അങ്ങനെയാണ്. ഒന്നിച്ചു ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇത് ബാധകമാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞ. ഒന്നാമതായി പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആള് ആകാശത്തിൽ നിന്ന് വരുന്ന ഒരു മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. അതാണ് മിൻ അംഫുസിക്കും. നമ്മുടെ നിക്കാഹ് പ്രസംഗങ്ങളിൽ ഈ ആയത്ത് എപ്പോഴും പറയും. പക്ഷെ ഈ ഭാഗം മാത്രം പറയൂല. ഈ ഭാഗം മാത്രമാണ് പറയേണ്ടത്. മിൻ അംഫുസിക്കും എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മനുഷ്യന്മാർക്ക്. അതെന്താണെന്നറിയോ? ഈ കല്യാണം കഴിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളില്ലേ, അതൊരു മനുഷ്യനാണ്. ആകാശത്തിൽ നിന്ന് വരുന്ന മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ സ്വാഭാവികതകൾ എന്തൊക്കെയുണ്ട് നമുക്കറിയാമോ? നമ്മളെ കുറിച്ച് എന്തൊക്കെ അറിയോ? ആ സ്വാഭാവികതകളൊക്കെ ഉള്ള ഒരാളാണ് വരുന്നത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, നമുക്ക് എന്തൊക്കെയാണോ നമ്മളെ കുറിച്ച് അറിയുന്നത്, അതൊക്കെ ആവശ്യമുള്ള ഒരാളാണ് ഈ വരുന്നത് മനുഷ്യൻ. ബൈബിളിലൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കഥ പോലെയല്ല, ഒരു സ്വപ്നം പോലെയാണ് പറയുന്നത്. ഒരു രാജാവിനെ കുറിച്ച്, രാജാവിന്റെ ശില്പം ഒരാള് ഉണ്ടാക്കുന്നതായി സ്വപ്നം കാണുന്നത്. പ്രവാചകനെ കാണുന്നത്, ഒരു പ്രവാചകൻ കാണുന്ന പോലെ. രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളല്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ ആളുടെ ശില്പമാണ് ഉണ്ടാക്കുന്നത്. ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പക്ഷെ ഒരു അവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളിമണ്ണ്, കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാരവും കാൽപാദത്തിന് കിട്ടുക. പക്ഷെ ഇത് നേരെ തിരിച്ചുണ്ടാക്കി. മറ്റുള്ളതെല്ലാം ഇരുമ്പ് കൊണ്ടും കഠിനമായ ലോഹം കൊണ്ടും കാൽപാദം കളിമണ്ണ് കൊണ്ടും. എന്താണ് സംഭവം? എത്ര വലിയ ആളാണെങ്കിലും, എത്ര മഹാനായ ആളാണെങ്കിലും, എത്ര ഭക്തയായ ആളാണെങ്കിലും മനുഷ്യനാണോ? കാൽപാദം കളിമണ്ണാണ്. തെന്നിപ്പോവും, പതറിപ്പോവും, ഇടർച്ചകൾ വരും. ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ ദുർബലമാണ്. ഒരു ചെറിയ വശീകരണം, പ്രലോഭനം വരുമ്പോഴേക്ക് പതറിപ്പോകുന്ന മനുഷ്യന്റെ മനസ്സ്. അതാണ്. കുഞ്ഞിക്കാലടികൾ തെറ്റിപ്പോകുന്നത് പോലെ മുതിർന്ന കാലടി ആകുമ്പോഴും തെറ്റിപ്പോകും. ഒരു പാട്ടുണ്ടല്ലോ, അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം മകൻ പാടുന്ന പാട്ടാണ്. എന്താ?
കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. അച്ഛനെ കുറിച്ച് പറയാ, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുട്ടി നടത്തം പഠിക്കുമ്പോൾ വീഴുന്നു. അങ്ങനെ വീഴുന്ന സമയത്തൊക്കെ ഒരു കൈ എന്റെ നേരെ ഇങ്ങനെ നീണ്ടുവരും. അതെന്റെ അച്ഛൻ. ഉള്ളിന്റെ ഉള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നത് ഈ അച്ഛനാണ്. ആ ഈ ഉള്ളിന്റെ ഉള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. ഇതേപോലെ ഞാനിങ്ങനെ നടത്തം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ തെന്നിപ്പോകുന്ന നേരങ്ങളിൽ എന്റെ നേരെ നീണ്ടുവരുന്ന കൈകളായിരുന്നു എന്റെ അച്ഛന്റെ കൈകൾ. കുഞ്ഞിക്കാലടി മാത്രമൊന്നല്ല തെറ്റുക, മുതിർന്ന കാലടികളും തെറ്റും. അപ്പൊ നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും